കുട്ടിപ്പട്ടുറുമാലിലെ 4ാം ഘട്ടം ആരംഭിച്ചപ്പോൾ അല്ലെങ്കിൽ 4ാം ഘട്ടത്തിന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അക്കരെ ഇക്കരെ എന്ന റൗണ്ടാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ താരോത്സവം റൗണ്ടാണോ? ഇപ്പോൾ താരോത്സവം റൗണ്ടിൽ നിറപ്പകിട്ടാർന്ന കുറേ താരങ്ങളെ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അക്കരെ ഇക്കരെ റൗണ്ടിൽ അക്കരെയുള്ള നിങ്ങൾ പ്രവാസികൾക്ക് ഇക്കരെയുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഓർക്കാൻ സാധിക്കുന്നു. അപ്പോൾ 2 റൗണ്ടും സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓർത്തെടുക്കാനുള്ള നിമിഷങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സോ ഓർമ്മകളെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മലയാളികൾക്ക്, സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു കുട്ടിപ്പട്ടുറുമാലിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക്. കുട്ടിപ്പട്ടുറുമാലിലെ അക്കരെ ഇക്കരെ റൗണ്ടിലും താരോത്സവം റൗണ്ടിലും ഒരുപിടി നല്ല ഗാനങ്ങളും ഓർമ്മകളും നമുക്കായി സമ്മാനിക്കുന്ന ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ രഹനത്തയുടെ ചില ഓർമ്മകളൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. സ്വാഗതം ചെയ്യാം രഹനത്ത. താരോത്സവം റൗണ്ടിൽ എപ്പോഴും ഒരു പിടി മുന്നിൽ കൂടുതലായിട്ട് നമ്മളോടൊപ്പം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഫിറോസിക്കയാണ്. സ്വാഗതം ചെയ്യുന്നു ഫിറോസിക്ക. താരോത്സവം റൗണ്ടിൽ നായികമാരെക്കാൾ കൂടുതൽ നായകന്മാരെ കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മുടെ അടുത്ത ജഡ്ജിനുള്ളത്. സ്വാഗതം ചെയ്യുന്നു സച്ല. ഒപ്പം കുട്ടിപ്പട്ടുറുമാലിന്റെയും പ്രവാസികളുടെയും താരങ്ങളായ നമ്മുടെ ഓർക്കസ്ട്ര. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് നമുക്കായിട്ട് സമ്മാനിക്കാനായിട്ട് നമ്മുടെ പട്ടുറുമാലിലൂടെ വന്ന അല്ലെങ്കിൽ വളർന്നു വന്ന ഒരു കുട്ടിത്താരം ഇവിടെ വന്നിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം ഇഷൽ മർഹബയിലെ ദ ഫസ്റ്റ് പ്രൈസ് വിന്നർ ഷമീർ. ഷമീർ, ലക്ഷ്മി, വെൽക്കം ബാക്ക് അഗെയിൻ. എന്തായാലും എൻ്റെ പേര് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഈ കുട്ടിപ്പട്ടുറുമാലിൽ വന്നിട്ട് എന്നെ ആൻറ്റി ആക്കിയ ഏക മഹാനാണിത്. ഒരുപാട് കേട്ടിട്ടുണ്ട് നാട്ടുകാരോട്. അതല്ലേ സന്തോഷം. അപ്പോഴേ ഏതായാലും ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ആദ്യ റൗണ്ടിൽ ഇവിടെ എത്തിയിരുന്നു, നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്തു, അവർക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ ഒരു വേദിയിൽ എത്തിയത് അല്ലേ. ആൻഡ് ഏറ്റവും ഒരു ആപ്റ്റ് പേഴ്സണാലിറ്റി ആണ് ഈ ഒരു വേദിയിൽ ഇന്ന് നമ്മളോടൊപ്പം നിൽക്കുന്നത്. കാരണം നമ്മുടെ പ്രവാസം റൗണ്ടിൽ അക്കരെ ഇക്കരെ റൗണ്ടിൽ ഇക്കരയിൽ നിന്ന് എപ്പോഴും അക്കരെ പോയി ഒരുപാട് ഗൾഫ് ഷോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷമീർ ഇപ്പോൾ. സോ ഷമീർ, എന്ത് തോന്നുന്നു ഈ വേളയിൽ? ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ഈ വേദിയിലേക്ക് പാടാൻ വിളിച്ചതിൽ. പിന്നെ അതുപോലെ ഈ ഒരുപാട് നല്ല ഗായകരുള്ള ഈ കുട്ടികളുടെ കൂടെ പാടാൻ വീണ്ടും അവസരം തന്ന ഇതിൻ്റെ നല്ലവരായ എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് കുട്ടികളോടൊപ്പം ഒരു പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും കുട്ടികളും ഷമീറിനോടൊപ്പം വന്ന് ഇവിടെ കൂടെ ഡാൻസ് ചെയ്യാനൊക്കെ തയ്യാറായിട്ടിരിക്കുകയായിരിക്കും അല്ലേ? വന്നോളൂ. സുബർക്കരങ്കും കൂടി സുവർണ പൂന്തൊപ്പി ചൂടി, സുബർക്കരങ്കും കൂടി സുവർണ പൂന്തൊപ്പി ചൂടി, വഴിനീളം പാടി മിഴിവതിലാടി അതിർപ്പങ്ങൾ തേടി അലങ്കാരമോടെ പൂമാരൻ വന്നണഞ്ഞിടുന്നു. സുബർക്കരങ്കും കൂടി സുവർണ പൂന്തൊപ്പി ചൂടി, സുബർക്കരങ്കും കൂടി സുവർണ പൂന്തൊപ്പി ചൂടി. ചെണ്ടുകൾ കൂട്ടിയ പട്ടുറുമാലിൽ കണ്ടകചിത്രത്തൊത്തുകളും കണ്ടകചിത്രത്തൊത്തുകളും, ചൊങ്കിലണിഞ്ഞൊരു കുപ്പായത്തിൽ കസവിൽ തുന്നിയ മുത്തുകളും കസവിൽ തുന്നിയ മുത്തുകളും, ചെണ്ടുകൾ തൂക്കിയ പട്ടുറുമാലിൽ കണ്ടകചിത്രത്തൊത്തുകളും കണ്ടകചിത്രത്തൊത്തുകളും, ചൊങ്കിലണിഞ്ഞൊരു കുപ്പായത്തിൽ കസവിൽ തുന്നിയ മുത്തുകളും കസവിൽ തുന്നിയ മുത്തുകളും, ഒളികസവാലെ മണിമുത്തുമാലെ പൂമാരൻ വന്നണഞ്ഞിടുന്നേ. സുബർക്കരങ്കും കൂടി സുവർണ പൂന്തൊപ്പി ചൂടി, സുബർക്കരങ്കും കൂടി സുവർണ പൂന്തൊപ്പി ചൂടി, വഴിനീളം പാടി മിഴിവതിലാടി അതിർപ്പങ്ങൾ തേടി അലങ്കാരമോടെ പൂമാരൻ വന്നണഞ്ഞിടുന്നേ. സുബർക്കരങ്കും
ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചിരിക്കുകയാണ്. ഷമീറിന്റെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്നെ ഇവിടെ വന്ന് അടിക്കുന്ന എനിക്കറിയാം. ഏതായാലും ആവേശത്തോടെ തന്നെ ആ ആവേശം ഒട്ടും കുറയ്ക്കാതെ തന്നെ ഇന്നത്തെ കോമ്പറ്റീഷൻസിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായി താരോത്സവം റൗണ്ടാണ്. ഈ റൗണ്ടിൽ പാടാനായി എത്തുന്നത് അഞ്ജഷ. അഞ്ജഷ ചേച്ചി, ഈ ചേച്ചി എന്ന് വിളിച്ചത് പർപ്പസ്ലി ആണ്. കാരണം പുള്ളിക്ക് അല്ലെങ്കിലേ നാണം വന്നിട്ട് വയ്യ. കാരണം ഒരു മണവാളനായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കണേ. അപ്പം ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ്. കാരണം ഗ്രഹണത്തെ പണ്ട് നമുക്ക് രണ്ടുപേർക്കൊട്ടൊരു പണിയും തന്നിട്ടുണ്ട്, ഒരു പാട്ടായിട്ട് ഞങ്ങളെ മണവാളനും മണവാട്ടിയൊക്കെ ആയി ചിത്രീകരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് താരോത്സവം റൗണ്ടിൽ ഏത് സ്റ്റാർ ആയിട്ടാണ് വരുന്നതെന്നുള്ളത് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ കുട്ടികൾക്കൊക്കെ ആകാംക്ഷ ഉണ്ടായിരിക്കും. നമുക്കൊന്ന് നോക്കാം. ഈശ്വര, സർവ്വതും മംഗളമായി ഭവിക്കണേ. 8.5 രൂപയുടെ തേങ്ങയാ. സോറി ഉണ്ട് കേട്ടോ. ദേവി ഇതങ്ങോട്ട് മാറിയുന്നേ, ഞാൻ ഈ തേങ്ങ ഉടച്ചോട്ടെ. അഞ്ജഷ, ദിലീപേട്ടന്റെ ഫാനാണോ? അതെ അല്ലേ. ഏത് മൂവിയാണ് ഏറ്റവും കൂടുതലും കണ്ടിട്ട് മതിയാവാത്തൊരു സിനിമ? എല്ലാ സിനിമ ഇഷ്ടമാണ്. എല്ലാ സിനിമയും ഇഷ്ടമാണ്. ആളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ വേണമെങ്കിൽ ശ്രമിക്കാന്നാണോ പറഞ്ഞു വരണേ? ഓക്കെ, നോക്കാം. എന്നെ ഇഷ്ടല്ലേ? എനിക്കോ? അല്ല. അങ്ങനെ പറയരുത്. അതിലെന്തോ ഒരു ഇഷ്ടല്ലേ. ആ ഇഷ്ടല്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇഷ്ടല്ലേ. നടക്കട്ടെ. എന്നാ ഐ ലവ് യു. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ചോദിച്ചു വാങ്ങിയിട്ട് ഇപ്പൊ ഇഷ്ടായില്ല. അത് സാറില്ല. വാ, ഏത് പാട്ടാ പാടുന്നേ? തരിവള കയ്യാലെന്നെ. ഇപ്പൊ ഞങ്ങള് സീരിയസ് ആയി. അപ്പൊ ഏതായാലും തരിവള കയ്യാൽ എന്റെ കയ്യല്ല, എനിക്ക് മനസ്സിലായി. എന്തായാലും പാടിക്കോട്ടെ നന്നായിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തരിവളക്കയ്യാലെന്നെ വിളിച്ചതെന്തിനു നീ ജമീല? തരിവളക്കയ്യാലെന്നെ വിളിച്ചതെന്തിനു നീ ജമീല? തരിവളക്കയ്യാലെന്നെ വിളിച്ചതെന്തിനു നീ ജമീല? താമരക്കിളി വാങ്ങുമോ നിൻ നൽകാമെൻ മോഹമാല? താമരക്കിളി വാങ്ങുമോ നീ നൽകാമെൻ മോഹമാല? ജമീല, ജമീല. തരിവളക്കയ്യാലെന്നെ വിളിച്ചതെന്തിനു നീ ജമീല? തരിവളക്കയ്യാലെന്നെ വിളിച്ചതെന്തിനു നീ ജമീല? തരിവളക്കയ്യാലെന്നെ വിളിച്ചതെന്തിനു നീ ജമീല? തരിവളക്കയ്യാലെന്നെ വിളിച്ചതെന്തിനു നീ ജമീല? കാനൂത്തിന് പന്തലൊരുങ്ങി കൽബിലോ
തരിവള കയ്യാൽ എന്നെ വിളിച്ചതെന്തിനു നീ ജമീല പമവദ പമ മമ പദ പമ മമ പദ സാനിദ പമദ പമഗ മഗ രിരി മമ മരി രിരി മമ മരി പമഗ നിസനി സനി സരി സനി സനി സഗാനി നിസ നിസ നാനി നാനി പദ പദ മമ മഗ മഗ രിരി സാസാ ആരംഭച്ചൊടിയിലെ മുത്തം മാരൻ തരുമല്ലോ മുത്തം ആരംഭച്ചൊടിയിലെ മുത്തം മാരൻ തരുമല്ലോ മുത്തം ഉരുവാത്തിരി പോലെ മച്ചിൽ ഗരികും നീ നാണത്താൽ ഉരുവാത്തിരി പോലെ മച്ചിൽ ഗരികും നീ നാണത്താൽ ജമീല 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 തരിവള കയ്യാൽ എന്നെ വിളിച്ചതെന്തിനു നീ ജമീല തരിവള കയ്യാൽ എന്നെ വിളിച്ചതെന്തിനു നീ ജമീല താമരക്കിളി വാങ്ങുമോ നീ നൽകാമെൻ മോഹമല്ല താമരക്കിളി വാങ്ങുമോ നീ നൽകാമെൻ മോഹമല്ല ജമീല തരിവള കയ്യാലെന്നെ വിളിച്ചതെന്തിനു നീ 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 ജമീല തരിവള കയ്യാലെന്നെ തരിവള കയ്യാലെന്നെ തരിവള കയ്യാലെന്നെ വിളിച്ചതെന്തിനു നീ ജമീല. അഞ്ജുഷ ചേച്ചി അങ്ങനെ താരോത്സവം റൗണ്ടിൽ മോൻ പാടിക്കഴിഞ്ഞു. എങ്ങനെയായിരുന്നു? ഒരുപാട് തവണയൊക്കെ പാടി നോക്കിയിരുന്നോ? പാടി നോക്കിയിരുന്നു, പക്ഷെ കുറച്ച് ചെറിയ ടൈമിങ് അല്ലേ? ഓക്കെ. എന്തായാലും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഇവിടെ ഒരു ജമീല ഉണ്ടായിരുന്നു. ഈ ജമീലക്കാളും എന്നെ വിളിക്കായിരുന്നു, ഞാൻ വന്നേനെ. സാറില്ല, പോട്ടെ. ഏതായാലും നമുക്കിനി ജഡ്ജ്മെന്റിലേക്ക് പോവാം. ആദ്യം നമുക്ക് സജ്ല എടുത്ത് ചോദിക്കാം. സജ്ല, അഞ്ജുഷ, നമ്മുടെ ദിലീപേട്ടൻ്റെ സദാനന്ദൻ്റെ സമയം എന്ന ഫിലിമിലെ നല്ലൊരു സോങ്ങാണ് സെലക്ട് ചെയ്തത്. ഭയങ്കര ടഫ് സോങ്ങാണ്. ദിലീപേട്ടനെ കുറിച്ച് പറയുമ്പോൾ സച്ച് എ വെർസറ്റൈൽ ആക്ടർ അല്ലേ. നമ്മളുടെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള പ്രേക്ഷകർക്കും അതുപോലെ എസ്പെഷ്യലി നമ്മളുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ തന്നെയാണ്. നല്ലൊരു സോങ് തന്നെയായിരുന്നു മോനെ. പക്ഷേ അഞ്ജുഷ ഈ പാട്ട് സെലക്ട് ചെയ്തതിൽ കുറച്ചൊരു മോനെ ഒരു ആപ്റ്റായ ഒരു സോങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഭയങ്കര ടഫാണെന്ന് വെച്ചാൽ മോൻ്റെ ഈ ഒരു പ്രായത്തിലെടുത്ത് പാടാൻ പറ്റുന്ന പാട്ടാണോ എന്നൊരു സംശയം തോന്നി എനിക്ക്. നന്നായി പാടുന്ന സിംഗറാണ് അഞ്ജുഷ, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പാട്ടുകളൊക്കെ നന്നായി പ്രസൻറ്റ് ചെയ്ത കുട്ടി തന്നെയാണ്. പിന്നെ നന്നായിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോറസ് പോർഷൻ ആൻഡ് ശ്രീലക്ഷ്മി നല്ല ഡാൻസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സജ്ല. ഇനി നമുക്ക് ഈ ജമീലത്താത്തോട് പറയാം. ജമീലത്താത്ത ഇനി ആരുടെ ചോദിക്കണ്ടേ മാർക്ക്? ഇത്രയും ഡാൻസ് ഒക്കെ ചെയ്ത് എന്താ പറയാ അഞ്ജുഷയെ സപ്പോർട്ട് ചെയ്ത് ഇനി ആരുടെ ചോദിക്കണ്ടേ? രഹനത്ത. നല്ല ടഫ് തന്നെയാണ്, ചെറിയ ടഫല്ല, നല്ല ടഫായിട്ടുള്ള സോങ്ങാണ്. എനിക്കത് മോനെ തുടക്കത്തിൽ തന്നെ ഹമ്മിങ് പാടിയപ്പോൾ തന്നെ എനിക്ക് തോന്നി മോൻ്റെ ഒരു എന്താ പറയുക ഒരു തൊണ്ടയും ഒക്കെ കൂടി ഇത് എവിടെ സംഗതികളും സ്വരവും ഒക്കെ കൂടി എങ്ങോട്ട് മോൻ അത് എത്തിക്കും എന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോൻ ആ സത്യം പറഞ്ഞാൽ ആ പാട്ട് മോനങ്ങ് പാടി അവസാനിപ്പിച്ചു. ചിലയിടങ്ങളിലൊക്കെ മോന് പാടാൻ പറ്റുന്നത് പോലെ മോൻ പാടിയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ടഫുള്ള സ്ഥലങ്ങളിലൊക്കെ മോൻ അങ്ങനെ പാടിപ്പോയി എന്നേ ഉള്ളൂ. ഒരുപാട് അത് കറക്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഉണ്ട്, അങ്ങനെയുള്ള പ്രശ്നം. എന്നാലും ദിലീപിൻ്റെ നല്ലൊരു പാട്ടനെ കൊണ്ടുവന്നു, നല്ല കളർഫുള്ളായിട്ടുള്ള. ഇവർ നന്നായിട്ട് കോറസ് ചെയ്ത് തന്നു. പിന്നെ അതേപോലെ മോള് നന്നായിട്ട് തന്നെ കേട്ടോ നല്ല സപ്പോർട്ട് ചെയ്തു.
പിന്നെ ദിലീപിനെ പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റ പ്രാവശ്യമാണ് ഞാൻ പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ്. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഞാൻ കാര്യം പറയാമല്ലോ, ഞാൻ എല്ലാ പടങ്ങളും കാണാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം, കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. താങ്ക് യു രഹനത്ത. ഫിറോസിക്ക, ജനപ്രിയ നായകൻ്റെ ഒരു പാട്ടല്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നടൻ ദിലീപിൻ്റെ മോശമില്ലാതെ പാടിയ പാട്ട്. വളരെ ടഫായൊരു സോങ്ങാണ്, വളരെ ടഫായ പാട്ടല്ലേ. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ എനിക്ക് പ്രധാനമായിട്ട് തിരുത്താനുള്ളത് ഞാൻ ഗ്രൂമിങ്ങിന് പറഞ്ഞു തന്നു പലവട്ടം. എന്ത് നീ അതെങ്ങനെയാണ് ഉച്ചരിക്കുക? നീ അതെന്താ പിന്നെ പാട്ടിൽ പറയുന്നത്? അതുപോലെ അത് തന്നെ പഞ്ചാരക്കിളി നീന്ന് പിന്നെയും വന്നു നീ, പിന്നെ ഒരു നിൻ വന്നു. അവിടെയൊക്കെ നിൻ നീ എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഭയങ്കര അതിനെ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് വിശദീകരിച്ചാൽ അത് നമ്മൾ ചില മാപ്പിളപ്പാട്ടുകൾക്കൊക്കെ ചിലപ്പോൾ ചില സമയത്തത് പറഞ്ഞാൽ അതിലൊക്കെ തട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അത് ഞാൻ ചില സ്ഥലങ്ങളിൽ നിന്ന് അനുഭവിച്ചതുകൊണ്ട് പറയാം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. മോൻ ആ ഉച്ചാരണം കറക്റ്റ് ചെയ്യണം. നീ എന്നാണ് പറയുക കേട്ടോ, എന്നേ പറയാവൂ. നാ എന്ന അക്ഷരം ഒരിക്കലും ആദ്യം വരുമ്പോൾ അതിന് നാ എന്ന ഉച്ചാരണമില്ല, അതിന് നാ എന്ന ഉച്ചാരണമേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും നാന എന്ന പേരെന്താന്ന്. അതൊരു മാഗസിൻ്റെ പേരാണ്, അതുകൊണ്ടാണ്. ഒരു വാക്കിലൊരിക്കലും ഉച്ചാരണത്തിൽ നാ എന്നേ പറയുള്ളൂ കേട്ടോ. അപ്പം നീ എന്ന് പറയുക, അത് വളരെ ഒരുപാട് പാട്ടുകളിൽ ആ വാക്ക് വരും. അതുകൊണ്ട് മോൻ വളരെ ഇപ്പം തീരുമാനം എടുക്കണം അത് മാറ്റുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് തട്ടി അങ്ങനെ പാടിയത് കുറേ സ്ഥലങ്ങളൊക്കെ ഭംഗിയായിരുന്നു. എന്നാലും സ്ട്രഗിൾ എടുത്ത് പഠിച്ചു എന്നുള്ളതാണ് കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. അപ്പൊ ഏതായാലും ഇനി അഞ്ജുഷിക്കുള്ള മാർക്സിലേക്ക് നമുക്ക് കിടക്കാം. ചോദിക്കാം മാർക്സ്. രഹനത്ത 40 എത്ര മാർക്കാ? 37. 37 out of 40. ഫിറോസിക്ക അഞ്ജുഷയ്ക്ക് 37.5. 37.5 out of 40. സച്ല out of 20. നന്ന് കുറക്കില്ല, 18. 18 out of 20. അങ്ങനെ മോന്റെ ടോട്ടൽ സ്കോർ 92.5 out of 100 ആണ്. നല്ല സ്കോറാണ് കേട്ടോ. വിഷമിക്കണ്ട, സാരില്ല അഞ്ജ, എന്തായാലും വീണ്ടും തിരിച്ചെത്താം. എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നും സംഭവിക്കില്ല. ഇപ്പം നാണൊന്നും കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തവണ നല്ല മിടുക്കനായിട്ട് വരിക, നല്ലപോലെ പാടാൻ പറ്റട്ടെ കേട്ടോ. ഏതായാലും അടുത്ത കണ്ടസ്റ്റിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ആൻഡ് വരാൻ പോകുന്നത് യുമ്നയാണ്. ആൻഡ് യുമ്ന ആയിരിക്കും ഈ പ്രൈസ് കൊണ്ടുപോവാ, നമുക്കറിയില്ല. ലെറ്റ്സ് വെൽക്കം യുമ്ന ഇൻ അക്കരെ ഇക്കരെ. യുമ്ന, എന്തോ ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ? ആൽഫ 1 ബിൽഡേഴ്സിന്റെ 12 lakhs റുപ്പീസും അതുപോലെ സുൽത്താൻ ഗോൾഡിന്റെ 5 lakhs റുപ്പീസും ഉണ്ട്. ഇത് കൊണ്ടുപോവോ വീട്ടിലേക്ക്? അറിയില്ല. അതെന്താ അറിയാതെ? അത് ഇപ്പം അറിയണം. ഫൈനലിൽ വന്ന് പാടിയ സമ്മാനം കൊണ്ടുപോവോ? ശ്രമിക്കുക, അതാണ് ആ സ്പിരിറ്റ് എന്ന് പറയണേ. ഇത് ഡയമണ്ട് ആണോ? ഡയമണ്ടാ? സജ്ല, രഹനത്ത്, ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്തെടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സ് ഡയമണ്ട് കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണോ? തിളങ്ങണല്ലോ. അതെ, അതും ഡയമണ്ടാ. ഇപ്പൊ ഇതും ഡയമണ്ടാ അല്ലേ? അപ്പോൾ അക്കരെ ഇക്കരെ റൗണ്ടിൽ ഇത് ആരെങ്കിലും അക്കരയിൽ നിന്ന് കൊടുത്തു വിട്ടതാണോ ഈ ഡ്രസ്സ്? അല്ല, അത് ഇവിടെ സ്റ്റിച്ച് ചെയ്തതാണല്ലേ. ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് പാടാൻ പോണേ? പ്രവാസികൾക്ക് വേണ്ടി. എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ടാണ് യുമ്ന പാടാൻ പോണേ. ഏത് പാട്ടാണ്? പിന്നെ ഒരു കാര്യം, പറയൂ. മാലികേട്ടൻ്റെ ചില്ലറ പൈസ എന്ന് വിളിച്ചു. ഓശോ, ഈ മാലിക്കേട്ടൻ്റെ ഒരു കാര്യം. മാലിക്കേട്ടനെ നമ്മുടെ യുമ്നെ ചില്ലറ പൈസ എന്ന് വിളിച്ചു. നമ്മൾ എന്താ ചെയ്യുക? എന്താ തിരിച്ചു വിളിക്കണ്ടേ? എല്ലാവരും കേൾക്കട്ടെ, പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും കേൾക്കട്ടെ. നമുക്ക് മാലിക്കേട്ടന് വേറെ എന്ത് പേരാ വിളിക്കണ്ടേ? കുട്ടേട്ട എന്നാൽ. എന്നാ ഉറക്കെ വിളിച്ചോ. കുട്ടേട്ട. ശരി, അപ്പൊ ഏതായാലും ഈ ചില്ലറ പൈസ കുട്ടിയുടെ നല്ലൊരു സോങ് നമുക്ക് കേൾക്കാം. ചക്കര കുട്ടിയാണ് കേട്ടോ, സ്നേഹം കൊണ്ടല്ലേ വിളിച്ചത്. അപ്പൊ നല്ലോണം പാടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കടൽ കടന്നെത്തി ചിലർ കാലം കഴിക്കുന്നു മതിമറന്നറബിയ നാട്ടിലെ മനതാരിൽ മടങ്ങേണ്ടോരെന്ന് മറക്കുന്ന മലയ
ഓർക്കുമ്പോൾ മനസ്സകം തേങ്ങും കഥനത്താൽ കിഴുന്നു ദുരിതത്തിലായെന്ന് വാക്കുന്നുണ്ടിവൻ മിഴിനീരെന്നറിയാതെ ഏർപ്പെട്ട കാലം മറുനാട്ടിലെ ഏർപ്പെട്ട കാലം മറുനാട്ടിലെ കടൽ കടന്നെത്തി ചിലർ കാലം കഴിക്കുന്നു മതിമറന്ന അറബിയ നാട്ടിലെ മനതാരിൽ മടങ്ങേണ്ടോരെന്ന് മറക്കുന്ന മലയാളി എത്തിഗതികേടിലെ മലയാളി എത്തിഗതികേടിലെ കടൽ കടന്നെത്തി ചിലർ കാലം കഴിക്കുന്നു മതിമറന്ന അറബിയ നാട്ടിലെ മനതാരിൽ മടങ്ങേണ്ടോരെന്ന് മറക്കുന്ന മലയാളി എത്തിഗതികേടിലെ മലയാളി എത്തിഗതികേടിലെ. അക്കരെ ഇക്കരെ റൗണ്ടിൽ നല്ലൊരു സ്വീറ്റ് പെർഫോമൻസ് നമുക്കായിട്ട് തന്നത് നമ്മുടെ യുമ്നക്കുട്ടിയായിരുന്നു. യുമ്ന, എന്തോ നമ്മുടെ ജഡ്ജസ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ ഓർക്കസ്ട്ര ഇവിടെ ഉണ്ടായിരുന്നു. എന്നാലും യുമ്നയ്ക്ക് ഒരാളുടെ സ്പെഷ്യൽ താളവും ഒരു ബീറ്റും കിട്ടിയാലേ യുമ്നയ്ക്ക് പാടാൻ പറ്റുള്ളൂ. ഉപ്പ ഇവിടെ ഇരുന്ന് കറക്റ്റ് ടൈമിങ് കൊടുക്കുമ്പോഴാണ് യുമ്ന ഇങ്ങനെ നോക്കിയിട്ടാ പാടിയിരുന്നത് അല്ലേ? ഉപ്പ ടൈമിങ് തരുമ്പോഴാണ് യുമ്ന പാടുക. ഉപ്പക്കുട്ടിയാണോ? അതെ, ഞങ്ങൾ ഉപ്പക്കുട്ടിയാട്ടോ. ഒരു കാര്യം പറയട്ടെ, ഒരുപാട് ഫീഡ്ബാക്സ് നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ യുമ്നയെ പറ്റി പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് ഗൾഫിൽ നിന്നൊക്കെ എനിക്ക് കോൾ വന്നിട്ട് പറഞ്ഞു യുമ്നയുടെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു സൈറ്റ് അടിച്ച് കാണിച്ചാലോ? കാണിച്ചേ നോക്കിട്ട് അവർക്ക് ഇത്തിരി കൂടെ അത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ യുമ്നയുടെ പാട്ട് നമ്മൾ കേട്ടു, ഒരു സൈറ്റ് ഫ്രീ ആയിട്ട് കിട്ടി, അതുപോലെ ജഡ്ജസിനൊരു താങ്ക് യും കിട്ടി. ഇനി നമുക്ക് ഏതായാലും അക്കരെ ഇക്കരെ റൗണ്ട് ആയതുകൊണ്ട് മോളുടെ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കത്ത് വായിക്കാൻ പറയാം ജഡ്ജസിൻ്റെ അടുത്ത്. ചോദിക്കാം. അപ്പോൾ ഫിറോസിക്ക, കുട്ടി എന്തോ വായിക്കുന്ന കത്ത് മോളുടെ അത്രയും പ്രായമുള്ളൊരു മോൾക്ക് അച്ഛൻ എഴുതിയ കത്താണ് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. എൻ്റെ എത്രയും പ്രിയപ്പെട്ട ടുട്ടുമോൾ അറിയുന്നതിന് പപ്പ എഴുതുന്നത്. ആദ്യമേ പപ്പ ഒരു ക്ഷമാപണത്തോടെ തുടങ്ങട്ടെ മോളെ. സത്യത്തിൽ മോളുടെ ഈ ബർത്ത്ഡേ ദിനത്തിൽ ഏതെങ്കിലും വിധം നാട്ടിൽ വരുവാൻ പപ്പ അതിയായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു 4 മാസം മുമ്പേ പപ്പയ്ക്ക് അനുവദിച്ച അവധി ഞങ്ങളുടെ മാനേജർ ക്യാൻസൽ ചെയ്തത്. ഇക്കാരണത്താലാണ് പപ്പയ്ക്ക് എത്താൻ കഴിയാഞ്ഞതെന്ന് എൻ്റെ മോൾ അറിയണം. അപ്പോൾ തന്നെ ജോലി മതിയാക്കി മോളുടെ അടുത്തേക്ക് ഓടി വരണമെന്ന് പപ്പയ്ക്ക് തോന്നി. പക്ഷെ നമ്മുടെ പുതിയ വീടിൻ്റെ ലോണും വല്യപ്പച്ചൻ്റെ മരുന്നിനുള്ള ചിലവും മോളുടെ പഠന ചിലവും എല്ലാം ഓർത്തപ്പോൾ ഒരു വീണ്ടു വിചാരം വേണ്ടേ എന്ന് തോന്നി. ഇതെല്ലാം എൻ്റെ തങ്കത്തിന് മനസ്സിലാകുമല്ലോ. നാട്ടിൽ മോൾ ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോൾ പപ്പ എവിടെയെന്ന് ചോദിച്ച് എൻ്റെ മോളുടെ കണ്ണ് നിറഞ്ഞതായി മമ്മിയുടെ കത്തിലുണ്ടായിരുന്നു. അത് പപ്പ നിറകണ്ണുകളോടെയാണ് വായിച്ചത്. ഇതെല്ലാം നമ്മുടെ മാത്രം പ്രശ്നമല്ല. പപ്പയുടെ കൂടെ ജോലി ചെയ്യുന്ന രഘു അങ്കിളിനും അവൻ്റെ കുഞ്ഞനുജത്തിയുടെ കല്യാണത്തിന് എത്തുവാൻ സാധിച്ചില്ല. മോളും അമ്മയും ആ കല്യാണത്തിന് പോയപ്പോൾ അവർ നിങ്ങളുമായി സംസാരിച്ചില്ലേ? അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നം ഒരു ചെറിയ പ്രശ്നം മാത്രമല്ലേ? മോൾക്ക് ഇനിയും ബർത്ത്ഡേകളുണ്ടല്ലോ, അതിന് തീർച്ചയായും പപ്പയ്ക്ക് വരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1000 ഉമ്മകളോടെ അടുത്ത വിമാനത്തിനായി കാത്തിരിക്കുന്നു സ്വന്തം പപ്പ. ദുബായിൽ നിന്നും പ്ലവിൻ റാഫേലാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. ഫിറോസിക്ക, ഈ കത്ത് വായിച്ചപ്പോൾ ഇക്കൊക്കെ എന്താ പറയാനുള്ളത്? അത് കുട്ടികളായതുകൊണ്ട് വലിയ വേദനയുണ്ടാകും. കാരണം ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ അത് ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ കൂടെ നമ്മളുണ്ടാവുക അല്ലേ? കുട്ടികൾ നമ്മുടെ ഉപ്പമാരുടെയും അച്ഛന്മാരുടെയും പുറത്ത് കയറി കുതിര കളിക്കുന്നു, ആന കളിക്കുന്നു, ഇതൊക്കെയാണല്ലോ അവരുടെ വിനോദങ്ങൾ. അവിടെ നമ്മൾ ഉപ്പയും അച്ഛനും ഒന്നുമല്ല, നമ്മൾ കുട്ടികളുടെ മുമ്പിൽ അങ്ങ് അവരെക്കാൾ കുഞ്ഞുങ്ങളാവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള വേളകളിൽ ഒരു ദിവസം മുഴുവനും, ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു ദിവസം മുഴുവനും എല്ലാം ഒഴിവാക്കി നമ്മളിങ്ങനെ മക്കളുടെ കൂടെ ഉരുണ്ട് പിരണ്ട് കളിച്ചാൽ പോലും അവരിങ്ങനെ പുറത്ത് കയറ്റിയിട്ടും നെഞ്ഞത്ത് കയറ്റിയിട്ടും കാലിൻ്റെ പുറത്ത് ഇരുത്തിയിട്ടൊക്കെ അവരുമായിട്ട് ഇങ്ങനെ ഉരുണ്ട് പിരണ്ട് കളിച്ചാൽ പോലും നമുക്ക് മതിയാവില്ല. വേറെ എവിടെ നമ്മൾ സീരിയസ് ആയ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ
ഇതൊരു വിഷമമാണ്, ഗൾഫുകാരുടെ യഥാർത്ഥ ഒരു വിഷമം തന്നെയാണ് ആ ദിവസത്തിൽ. ഞാനൊക്കെ അനുഭവിച്ചതാണ്. താങ്ക് യു ഫിറോസിക്ക. ഏതായാലും ചുട്ടുമോളോട് ഇത്രേ പറയാനുള്ളൂ. പപ്പ എത്രയും പെട്ടെന്ന് വരും കേട്ടോ, അല്ലേ യുമ്ന? പപ്പ എത്രയും പെട്ടെന്ന് ചെല്ലും അല്ലേ അവരുടെ അടുത്തേക്ക്? അപ്പോൾ ഇനി നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കിടക്കണം. യുമ്നയുടെ ഈ പാട്ടിനെ കുറിച്ച് ജഡ്ജസിന് അടുത്ത് ചോദിക്കാം നമുക്ക്. ആദ്യം നമുക്ക് രഹനത്തയുടെ അടുത്ത് ചോദിച്ചാലോ? രഹനത്ത, യുവനക്കുട്ടി എന്തോ എന്താ തോന്നിയേ ഇന്ന് പാടിയിട്ട്? യുവനക്കുട്ടി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എപ്പോഴും പാടുന്ന പോലെ അങ്ങ് എന്താ തോന്നിയേ? സാധാരണ പാടുന്നതിനേക്കാളും നന്നായിട്ട് പാടിയോ അതോ സാധാ പാടുന്ന പോലെ പാടി ഒന്നും തോന്നിയില്ല അല്ലേ? ചെറിയ പ്രശ്നമൊക്കെ തോന്നി. ചെറിയ പ്രശ്നങ്ങൾ, അത് കറക്റ്റാണ് പറഞ്ഞത്. കുഞ്ഞു പ്രശ്നങ്ങൾ അല്ലേ? ഒരിങ്ങനെ അപ്പം ഇപ്രാവശ്യം അവിടെ വന്ന് റെഡിയായി നിന്ന് എക്സസൈസ് ഒന്നും ചെയ്തില്ലേ? അതങ്ങനെ ഇവിടെ അങ്ങനെ പറഞ്ഞോണ്ടാണോ? അല്ല, മറന്നുപോയോ? അപ്പം ആ എക്സസൈസ് ഒന്ന് വിട്ടപ്പത്തിൻ്റെ ഒരു പ്രശ്നമാണ് അല്ലേ? വിട്ടതിൻ്റെ അല്ലേ? എന്നാലും നല്ല സുഖമായിരുന്നു കേൾക്കാൻ കേട്ടോ. നല്ലൊരു പാട്ട്. പിന്നെ എന്ത് രസമല്ലേ കാണാൻ. ഇത് ഈ ഡ്രസ്സിലിട്ടപ്പോൾ എനിക്കൊരു എന്താ പറയുക, കത്തുപാട്ടൊന്നുമല്ല, ഒരു ഫാസ്റ്റായിട്ടൊരു പാട്ടൊക്കെ പാടിപ്പിക്കാനാണ് തോന്നുന്നത്. എന്ത് രസമായിട്ട് ആ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പിന്നെ ഏതായാലും ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ആ മാല ഒരു 3 ഭാഗമായിട്ട് തരൂല്ലേ? ഞങ്ങൾക്ക് 3 പേർക്ക്. എന്താ വില ഇപ്പൊ ഡയമണ്ടിനൊക്കെ? ഡ്രസ്സും ഡയമണ്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഡ്രസ്സിൽ. അപ്പൊ അതൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു രഹനത്ത. സജ്ല നന്നായി പാടിയിരുന്നു യമുന. എനിക്ക് ഈ ഒരു റൗണ്ടിനെ പറ്റിയ സ്റ്റൈലൊക്കെ മോൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്കൊരു പല്ലവിയിൽ മോളെ എൻഡ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഇല്ലേ, അത് കുറച്ച് സ്ക്രാച്ച് വരുന്നുണ്ട് മോളെ. ആ ബ്രീത്ത് കിട്ടാഞ്ഞിട്ടാണോ ആ സ്ക്രാച്ച് വരുന്നത് അറിയില്ല. കിട്ടാഞ്ഞിട്ടാണ് അല്ലേ? അപ്പം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം കേട്ടോ, എന്നാലാണ് കുറച്ച് സ്വീറ്റായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഇംപ്രവൈസ് ചെയ്തിട്ടൊക്കെ പാടിയല്ലോ, നന്നായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇംപ്രവൈസ് ചെയ്ത് പാടി. ഈ ചെറിയ പ്രായത്തിൽ ഇംപ്രവൈസ് ചെയ്യാനൊക്കെ ആ ഒരു താല്പര്യം ഉണ്ടല്ലോ, അത് നന്നായി പാടി ഫലിപ്പിക്കുന്നുമുണ്ട് മോള്. പിന്നെ മോളുടെ സൗണ്ട് കേൾക്കുമ്പോൾ തോന്നും ഹൈ പോർഷൻസ് ഒന്നും പാടാൻ പറ്റില്ല എന്നുള്ള, പക്ഷേ ഭയങ്കര ഈസി ആയിട്ട് തന്നെ മോള് എത്ര പിച്ച് വേണമെങ്കിലും പാടാൻ പറ്റുന്ന മോളാണ് അല്ലേ? നന്നായി തന്നെ പാടിയിട്ടുണ്ട്. മോളുടെ ഡ്രസ്സാണെങ്കിലും നല്ല മിന്നി മറിയുന്നുണ്ട് അവിടുന്ന്. നന്നായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഓർക്കസ്ട്ര ടീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ച് ഫ്ലൂട്ട് പോർഷൻ നന്നായിരുന്നു. താങ്ക് യു സജ്ല. ഫിറോസിക്ക നന്നായി പാടി കേട്ടോ, നന്നായി പാടി. അവസാനം പാടി ഇംപ്രവൈസേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ആ പാട്ടിൽ മോൾ ഒറിജിനൽ പഠിച്ചതാണോ അതോ മോളുടെ സ്വന്തമാണോ? ഇംപ്രവൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമാണ് കേട്ടോ, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. പക്ഷേ അതിലുണ്ട്, ആ പാട്ടിലുണ്ട് അല്ലേ? അത് മോളൊന്ന് കൊഴുപ്പിച്ച് പാടിയതാണല്ലേ? നന്നായിരുന്നത്. അപ്പം കൈ കൊണ്ടൊരു ആക്ഷൻ ഉണ്ട്, മൈ ഗോഡ്, അതൊരു വല്ലാത്ത ആക്ഷനാണ്. അതെങ്ങനെയത് അതിങ്ങനെ എടുത്ത് തരുന്നൊരു ഇതുണ്ട്, ഒരു വരയുണ്ടല്ലേ, ഒരു വരയ്ക്കലുണ്ട്, പിന്നെ ഒരു എടുത്ത് വെക്കലുണ്ട്. ഗ്രാൻഡായിരുന്നു കേട്ടോ മോളെ. പിന്നെ ഇനിയും നല്ല പാട്ടുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ഇത് നമ്മൾ കേട്ട ഒരു കോമൺ ട്യൂണാണ്. ഈ ട്യൂൺ അങ്ങനെയാണ്, പക്ഷെ മോളുടെ പ്രായത്തിനൊത്ത് പാടുക എന്ന് പറയുമ്പോൾ അവിടെയാണ് അതിൻ്റെ വിജയം കേട്ടോ. അങ്ങനെയാണ് മോൾ നോക്കേണ്ടത്. പിന്നെ ഞാൻ വളരെ ഗൗരവത്തിൽ പറയുന്നു, ഇനി വരുന്ന റൗണ്ടുകളിലൊക്കെ മോള് ഒരു അധ്യാപകൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യലും പഠിക്കലൊക്കെ ഒരു ഗൗരവമായിട്ട് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന റൗണ്ടുകളിൽ നിങ്ങൾ എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ ഒരേ റൗണ്ടാണല്ലോ തരിക. അപ്പോൾ ഗൗരവമുള്ള റൗണ്ടുകൾ വരും, ഗൗരവമുള്ള പാട്ടുകൾ വരും. അപ്പോൾ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് പാടിപ്പോയാൽ മതിയാവില്ല നമുക്ക്. അപ്പോൾ വളരെ ഗൗരവമുള്ള പാട്ടുകൾ വരുമ്പോൾ അതിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് പാടാൻ കഴിയണം. അതുകൊണ്ട് കേട്ടോ, ഒരു അധ്യാപകൻ്റെ അടുത്ത് പഠിക്കുക എന്നുള്ളത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ ചെയ്യണം കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. അപ്പോൾ ഇനി നമുക്ക് മാർക്സിലേക്ക് പോവാം യമുന. പോവാം. രഹനത്ത, 40-ൽ എത്ര മാർക്കാണ് നമ്മുടെ യമുന കുട്ടിക്ക് അക്കരെ ഇക്കരെ റൗണ്ടിൽ? 38.5. 38.5 ആണ് ഔട്ട് ഓഫ് 40. ഫിറോസിക്ക ഔട്ട് ഓഫ് 40? 38. 38 out of 40. Then Sajla 18.5. Thank you Sajla. അങ്ങനെ നമ്മുടെ ജഡ്ജസിന്റെ ടോട്ടൽ മാർക്സ് 95 ആണ് ഔട്ട് ഓഫ് 100. എത്ര മാർക്ക്
കുറഞ്ഞു? 5 മാർക്ക്. 5 മാർക്ക് കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നല്ല സ്കോറാണ് കേട്ടോ. ഫിറോസിക്ക, ഞങ്ങൾ പോണേക്കാളും മുന്നേ ഈ ചില്ലറ പൈസ എന്ന് വിളിച്ച കാര്യത്തിൽ ഒരു തീരുമാനമാക്കണ്ടേ? ആരാ വിളിച്ചത്? മാലിക് ഇവിടെ ഇല്ല. എന്താ ചെയ്യേണ്ടത് യുമ്ന പറഞ്ഞോ. മാലിക്കിന് എന്ത് പിടിച്ചു കൊണ്ടുവരും ഞങ്ങൾ. എന്ത് ചെയ്യണം? മാലിക് അവിടെ ഒളിച്ചു നിൽക്കുകയാണല്ലേ. ഫിറോസ്ക, ഒന്ന് ആ സങ്കടം തീർത്തോ. കാരണം എന്താണെന്നറിയോ? തീർത്തോളൂ കേട്ടോ. ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ ചില്ലറ പൈസ എന്ന് വിളിക്കണ്ടോ? രേനത്ത, എന്തൊരു കഷ്ടാന്നറിയോ എന്നെ അങ്ങനെ ചില്ലറ പൈസ എന്ന് വിളിക്കും. ഒന്ന് റാഗ് ചെയ്യാം നമുക്ക്. ഒരു പണിഷ്മെന്റ് കൊടുക്കാം. വരട്ടെ അല്ലേ? മേടിപ്പിച്ചാലോ അവനെ സ്റ്റേജിൽ എത്തിയിട്ട്? മേടിപ്പിച്ചാലോ? അല്ലെങ്കിൽ തവളച്ചാട്ടം. യുമ്നക്ക് സന്തോഷാവോ? അല്ലെങ്കിൽ തവളച്ചാട്ടം അങ്ങനെ എന്തെങ്കിലും ചാടിപ്പിക്കും. ആ, മാലിക് അവിടെ ഒളിച്ചു നിൽക്കട്ടെ. മാലിക്കിനോട് ഇപ്പൊ പറയണ്ട കേട്ടോ. മാലിക്കിനെ നമുക്ക് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ തവളച്ചാട്ടം ചാടിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം യുവനയുടെ അക്കരെ റൗണ്ട് കഴിഞ്ഞപ്പോ 95 മാർക്സ് ആണ്. ഒരു കാര്യം. ഇനി ഒരു കാര്യം. എന്താ? മാലിക്കേട്ടനെ എലിമിനേഷൻ റൗണ്ടിൽ എലിമിനേറ്റ് ആക്കണോ? വേണ്ട, അത് ചെയ്യണ്ട. പിന്നെ അത് ചെയ്യണ്ട. എലിമിനേഷനിലെ യുമ്ന, എലിവിഷമല്ല. എലിവിഷം എന്നല്ല അതിന്റെ പേര്. എലിമിനേഷൻ. പറഞ്ഞേ. എലിമിനേഷൻ. അതെ അതെ, എലിമിനേഷൻ റൗണ്ടില് മാലിക്കേട്ടന് ഇങ്ങോട്ട് വരൂല സ്റ്റേജിലേക്ക്. വരും. അപ്പൊ തവളച്ചാട്ടം ചാടിപ്പിക്കും. അപ്പൊ ഇവിടെയുള്ള ആരും പറയരുത് കേട്ടോ മാലിക്കേട്ടൻ്റെ അടുത്ത്. നമുക്ക് സർപ്രൈസ് ആയിട്ട് തവളച്ചാട്ടം ചാടിപ്പിക്കാം. ഓക്കെ, ബൈ. താങ്ക് യു. അപ്പോൾ ഇനി അടുത്തതായിട്ട് താരോത്സവം റൗണ്ടിലാണ് ഇനി അടുത്ത പെർഫോമർ വരാൻ പോകുന്നത്. സ്വാഗതം ചെയ്യാം ശ്രീചിത്ര. ശ്രീചിത്ര ചേച്ചി, അങ്ങനെ നമ്മുടെ 4th സ്റ്റേജിൽ ഈ ഒരു താരോത്സവം റൗണ്ടും കൂടെ കഴിഞ്ഞല്ലേ? അപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ പാടിയപ്പോൾ എത്ര മാർക്സ് ഉണ്ടായിരുന്നു? 93.5. 93.5. നല്ല സ്കോറാണ്. അതിലും കൂടുതൽ കിട്ടട്ടെ താരോത്സവം റൗണ്ടിൽ. പിന്നെ ഏത് സ്റ്റാറിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. അതിനായിട്ടൊന്ന് ക്ലിപ്പിലേക്ക് പോവാം നമുക്ക്. എപ്പോഴും നമ്മൾ ഓൾഡ് ഇസ് ഗോൾഡ് എന്നാ പറയാറില്ലേ അല്ലേ? അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ കുട്ടിപ്പട്ടർമാരിലെ കുട്ടികളൊക്കെ പണ്ടത്തെ ആർട്ടിസ്റ്റുകളൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. അംബിക ചേച്ചിയാണ് മോള് സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ അംബിക ചേച്ചിയുടെ ഏത് സോങ് ആണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോണേ? ഞാൻ കുട്ടിക്കുപ്പായത്തിലെ കല്യാണ രാത്രിയിൽ എന്ന് പറഞ്ഞു. നല്ല സോങ് ആണ്. ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയൊരു സോങ് ആയിരുന്നു പണ്ടത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ മോളു നല്ലപോലെ പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർന്നുള്ളി പലതും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി. കല്യാണ രാത്രിയിൽ കള്ളികൾ തോഴിമാർന്നുള്ളി പലതും ചൊല്ലി പിന്നെ മെല്ലെ മെല്ലെ മണിയറയിൽ തള്ളി.
ശ്രീചിത്ര, ചേച്ചി ലീലാമ്മ പാടിയ പാട്ടാണ് അല്ലേ? അതേ ശൈലിയിലൊക്കെ മോള് പാടാൻ ശ്രമിച്ചു. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ അവിടെ ഇരുന്ന് കാണുമ്പോൾ ശരിക്കും ഈ കോസ്റ്റ്യൂമിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ, ഇത് എവിടെ നിന്നാണ്? ഇത് പേരാമ്പ്രയിലെ മൊണാലിസ എന്ന് പറഞ്ഞ ലേഡീസ് ടൈലറിങ്ങിൽ എനിക്ക് യശോദേച്ചി എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ യശോദേച്ചിയാണ് ഇതൊക്കെ അടിച്ചു തരുന്നത്. ഗിഫ്റ്റായിട്ട് തരുന്നതാണ് അല്ലേ? നമ്മുടെ പട്ടുമാലിൽ വന്നതിൽ നല്ല സുന്ദരിക്കുട്ടിയായിട്ട് പാടാൻ വേണ്ടിയിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചോദിക്കാം നമ്മുടെ ജഡ്ജസിൻ്റെ അടുത്ത പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആദ്യം നമുക്ക് രഹനത്താ. ശ്രീധര നന്നായിട്ട് പാടിട്ടോ. എനിക്ക് ആ ഒരു പഴയ സ്റ്റൈലുണ്ടായിരുന്നു ആ വോയിസിൽ കേട്ടോ. പഴയ അംബിക അല്ലേ? അങ്ങനെയല്ലേ അംബിക ചേച്ചി? അങ്ങനെയല്ലേ നമ്മൾ പറയുക. ഒരുപാട് നല്ല അല്ലേ? ശരിക്കും മുസ്ലിം ക്യാരക്ടർ ഒരുപാട് ഫിലിമിൽ ചെയ്തിട്ടുള്ള ആൾ. അത് ഒരുപാട് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെ പറയാം. എല്ലാവരുടെയും കൂടെ ഒരുപാടുണ്ട്. ഉമ്മ, ഖദീജ, കുട്ടിക്കുപ്പായ, അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ഫിലിമിൽ അവർ അത്രയ്ക്കും എനിക്ക് തോന്നുന്നു പഴയ അല്ലേ നമ്മുടെ വലിയ അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരി അവരെ അത്രയും നല്ല പരിചയമായിരിക്കും. പിന്നെ വിഷ്വൽ ബാക്കിൽ വന്നപ്പോഴേക്കും ആ സോങ്ങും ഇടയിലൊക്കെ ആ ഒരു പഴയ ലീലാമ്മ പാടിയല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റൈലൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മോളെ. വോയിസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് പിന്നെ പാട്ടും നല്ല ടഫ് തന്നെയാണ് പാടാൻ. അതിനൊരു കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ വന്നു. എന്നാലും എനിക്ക് തോന്നുന്നു ഒരുപാട് ശ്രീധര ആ ഒരു ഇതൊക്കെ അങ്ങ് വിട്ടു നന്നായിട്ട് പാടിയിട്ടുണ്ട് മോളെ. താങ്ക് യു രഹനത്ത. ഫിറോസിക്ക, ഇപ്പോൾ ഫിറോസിക്ക പറയും അംബിക ചേച്ചിയുടെ സിനിമയൊക്കെ സ്ഥിരം കാണാറുണ്ട് എന്നുള്ളത്. ഫിറോസിക്ക അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ലക്ഷ്മി പറയൂ ഇതിൻ്റെ കമൻറ്റ്. അങ്ങനെയല്ല ഫിറോസ്ക, എല്ലാ നടിമാരും അല്ലെങ്കിൽ രഹനത്ത് ഇപ്പൊ അത് കോംപ്ലിമെന്റ് പറയായിരുന്നു. എല്ലാ നടിമാരുടെ അല്ലേ? ഒറ്റ മിനിറ്റ്, അതൊരിക്കലും പറയൂല. 5 മിനിറ്റ് എടുത്തോളൂ. 5 മിനിറ്റ് അല്ലല്ല, അതൊന്നുമില്ല. അതൊരു ഒറ്റ സെക്കൻഡ്. ഇത് എന്തായാലും പറഞ്ഞേ പറ്റൂ. കാരണം എത്രയൊക്കെ വന്നു പോയിട്ടും നേരത്തെ ഒരു സീനിൽ ഞാൻ കാര്യമായിട്ടാണ് ഞാൻ പറയണേ, സത്യമാണ്. ഏതോ ഒരു ഇതിൽ ജയഭാരതിയുടെ സീൻ വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികളിതിൽ. വീണ്ടും വന്നപ്പോഴേ എന്താ അവിടെ നിന്ന് എന്നിട്ടൊരു ഇരുത്തം അല്ല ഞാൻ പറയില്ല. അല്ല, അത് ഞാൻ എവിടെങ്കിലും ഒന്ന് പറയാം. ഞാൻ ഇപ്പം എന്താ ചെയ്യുക, ഞാൻ എവിടേക്ക് പോയി എന്നറിയാം. അല്ല, ആ ആക്ഷനും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിച്ചത്. ഞാനത് എവിടെയെങ്കിലും ഒന്ന് കൊള്ളിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും. ട്രീറ്റ് ചെയ്യണേ. പെണ്ണായി പിറന്നാൽ പരദൂഷണം എന്ന് പറയുന്നത് ജന്മനാ കിട്ടിയതാണ്. ഇതാ നിൽക്കുന്ന 2 പേരും ആ വർഗമാണ്. എൻ്റെ 2 സൈഡിൽ ഇരിക്കുന്ന ട്രയാങ്കിൾ. അതെവിടെയെങ്കിലും ഒന്ന് കൊള്ളിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊന്ന് ഉറക്ക് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കിയ കാര്യങ്ങൾ എവിടെ എത്തിയെന്ന്. നല്ലൊരു നടി തന്നെ അംബിക. നമ്മൾ നന്നായി പാടി കേട്ടോ, നന്നായി പാടി. ലീലാമ്മയുടെ ഒരു ടഫ് സോങ്ങാണ്. അപ്പോൾ അതിലെ ചെറിയ മോള് എനിക്ക് കല്യാണം പിറ്റേന്ന് എന്ന് മേലേക്ക് പോയതും, പിന്നെ രണ്ടാമത്തെ ഭാഗം എന്താ കനിയൊന്ന് കാണുമല്ലോ, അത് മേലേക്ക് പോയതും അത് വല്ലാത്തൊരു സ്ഥലമല്ലേ ആ റീച്ച്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു ഇത് വന്നു എന്നല്ലാതെ ബാക്കി ഭാഗങ്ങളൊക്കെ നുള്ളി ആ സംഗതിയൊക്കെ അല്ലേ, മെല്ലെ മെല്ലെ മണിയറയിൽ അതൊക്കെ പാടി മോള്. അനുരാഗ ആ സാധനം ഭംഗിയായിട്ട് പാടി. അത് ലീലാമ്മയുടെ ഒരു ടച്ചാണത്. അത് ലീലാമ്മ ടച്ചാണത്. അത് മോള് അറിഞ്ഞു പാടി അല്ലേ, കേട്ട് നന്നായി പഠിച്ചിരുന്നു. മനോഹരമായിട്ട് പാടി. താങ്ക് യു ഫിറോസിക്ക. സച്ല, ഇപ്പൊ എന്ത് തോന്നുന്നു ആ സ്റ്റേജിൽ പാടുമ്പോൾ? ടെൻഷനൊക്കെ പോയോ? പോയി അല്ലേ? അപ്പോൾ ടെൻഷൻ പോകാനുള്ള പ്രാക്ടീസും ചെയ്തിട്ടുണ്ട് ശ്രീചിത്ര അല്ലേ? നന്നായിട്ടുണ്ടായിരുന്നു മോൾ. ആ ഒരു ടെൻഷൻ ഫ്രീ ആയതുപോലെ തന്നെ പാട്ടും നന്നായി. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല ആ ടെൻഷനാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. നന്നായിരുന്നു ശ്രീചിത്ര. എനിക്കും ഇത് തന്നെ തോന്നിയിട്ടുള്ളൂ. അനുപല്ലവിയിലും ചരണത്തിലും ആ ഒരു ഹൈ പോർഷൻസിൽ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവായിരുന്നു എന്ന് തോന്നി. പിന്നെ ഞാൻ എന്തായാലും അത് പാടിപ്പിക്കുന്നില്ല, മോൾക്കത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? എനിക്കറിയാം കുട്ടിപ്പട്ടർമാരിലെ കുട്ടികൾക്ക് എല്ലാവർക്കും തെറ്റ് മനസ്സിലാക്കാനും അതുപോലെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മനസ്സുണ്ടെന്ന്. ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, നന്നായി പാടാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സച്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. ശ്രീചിത്ര ചേച്ചി, ഇനി മാർക്ക് വേണോ? വയറ് നിറഞ്ഞില്ലേ? മനസ്സും നിറഞ്ഞില്ലേ? വേണ്ട അല്ലേ? അത് വേണോ? ശരി, നമ്മൾ കഷ്ടപ്പെട്ട് പാടിയതാണ്. അപ്പോൾ അതിനുള്ള മാർക്സ് നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. രഹനത്ത ഔട്ട് ഓഫ് 40 38 ഔട്ട് ഓഫ് 40 ആണ് രഹനത്ത് നൽകിയിട്ടുള്ളത്. ഫിറോസ്ക 38 ഔട്ട് ഓഫ് 40. സച്ല 18 out of 20 and മോളുടെ ടോട്ടൽ സ്കോർ 94 out of 100. കഴിഞ്ഞ റൗണ്ടിൽ കിട്ടിയത്
93.5. 0.5 ആ 0.5 കൂടിയിട്ടുണ്ട് നമ്മുടെ ടെൻഷനൊക്കെ മാറിയാനാണ് അല്ലേ? ഓക്കെ മോളു, അപ്പോൾ നമുക്ക് ഇനി അടുത്ത റൗണ്ടിൽ കാണാം. താങ്ക് യു. Thank you. സാധാരണ പ്രവാസികളുടെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് അവരുടെ പ്രിയപ്പെട്ടവരെ കാണാൻ നാട്ടിലേക്ക് എത്താൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരോടൊന്ന് ഫോണിൽ സംസാരിക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ കുട്ടിപ്പട്ടർമാലിലെ അക്കരെ ഇക്കരെ എന്ന റൗണ്ട് തുടങ്ങിയപ്പോഴാണ് പ്രവാസികൾ ഒട്ടനവധി കത്തുകളാണ് നമുക്ക് അയച്ചത്. അപ്പോഴാണ് അവരനുഭവിക്കുന്ന വിഷമങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ പങ്കുചേരാൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ വീട് വെച്ചതും മകളെ കല്യാണം കഴിച്ചതിൻ്റെ ബാധ്യതയായിട്ട് വീണ്ടും കടൽ കടന്ന് അക്കരയ്ക്ക് പോവേണ്ട ഒരു അവസ്ഥ വരിക, ഇതൊക്കെയാണ്. പക്ഷെ നമ്മുടെ കുട്ടിപ്പട്ടർമാലിൽ പ്രവാസികൾക്ക് നൽകാൻ പറ്റുക എന്ന് പറയുന്നത് ഈ കുഞ്ഞു മനസ്സുകളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ശുദ്ധമായ സംഗീതവുമാണ്. ഏതായാലും ഒരു പിടി ശുദ്ധമായ സംഗീതവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ശുഭരാത്രി.